ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു സാമ്പാർ ചെയ്താലോ? വറുത്തരച്ച സാമ്പാർ. അതായത് തേങ്ങ വറുത്തരയ്ക്കും. തെക്കോട്ടുള്ളവരൊന്നും ഇതധികം ചെയ്യുന്നതല്ല. വടക്കോട്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം, കേരളത്തിൻ്റെ വടക്കോട്ട്. ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, അത് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ചേനയും പച്ചക്കായും കൂടെ അരിഞ്ഞത്. ചേന തൊലി എത്തിക്കളഞ്ഞ് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ്. പച്ചക്ക അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചക്ക ചെത്തി അരിഞ്ഞ് കഴുകിയെടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വലിപ്പം. ചേനയുടെ വലിപ്പം ഇത്, ഏത്തക്കയുടെ വലിപ്പം ഇത്. പിന്നെ സവോള, പടവലങ്ങ, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, ഇത് മൂന്നും കൂടെ ഒരു 3 കപ്പ് കാണും. പിന്നെ തക്കാളി, 1 തക്കാളി, നാരങ്ങ വലിപ്പത്തിൽ പിഴിപുളി, അത് വെള്ളം ഒഴിച്ച് വയ്ക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് തിരുമിയ തേങ്ങ. ആദ്യം നമുക്ക് പരിപ്പും പച്ചക്കറികളും കൂടെ വേവിക്കാൻ വയ്ക്കാം. കായും ചേനയും, അതിന് വേവ് കൂടുതലായതുകൊണ്ടാണ് നേരത്തെ ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി ഇനി 2 വിസിൽ. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റീം പോയി. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, പടവലങ്ങ, 1 കപ്പ് ചൂടുള്ള സവോള, ഇത്രയും കൂടെ ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ. ഉപ്പ് ചേർക്കുന്നത് ആദ്യം കുറേശ്ശെ ചേർത്താൽ മതി. പോരാതെ വല്ലതും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. പ്രത്യേകിച്ച് ഒരു കണക്ക് ഉപ്പിന് പറയാത്ത അതുകൊണ്ടാണ്. ഓരോരുത്തർക്കും ചിലർക്ക് കൂടുതൽ വേണ്ടിയൊരു കാണും, ചിലർക്ക് കുറച്ച്. ഇതൊരു നോർമൽ ഇതിലാണ് ഞാൻ ഇടുന്നത്. ഇനി 1 വിസിൽ. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കർ സ്റ്റീം പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ ഉലുവ, ഉലുവ മൂത്ത് ഇനി ഇതിലേക്ക് തേങ്ങ, ബ്രൗൺ നിറമാകുന്നിടം വരെ വറുത്തെടുക്കണം. തേങ്ങ ചുമന്നിട്ടുണ്ട്. ചില പീരകളൊക്കെ വെളുത്ത് കിടക്കുന്നത്, അത് ഒരുപോലല്ലായിരുന്നു തിരുമിയെടുത്ത്. ഞാനിവിടെ ചെയ്തതല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരുമിയ തേങ്ങ വാങ്ങിയതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വരുന്നത് ശരിയായിക്കൊള്ളാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി,
1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചത്. ഇനി കുക്കർ തുറന്ന് നോക്കാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. രണ്ടാമത് പച്ചക്കറി ഇട്ട് വേവിച്ചതാണ്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി ഇനി പുളി പിഴിഞ്ഞത് ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. അത് ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല. ചിലപ്പം പുളി പോരാൻ തോന്നുമെങ്കിൽ പിന്നീട് ചേർക്കാം, അല്ലെങ്കിൽ പുളി ഒരുപാടായി പോകും. തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങയൊക്കെ കൂടെ വറുത്ത് അരച്ചെടുത്തില്ലേ, അത് ചേർക്കാം. പുളി ഒരല്പം കൂടെ ചേർക്കാം. ബാലൻസാണ്, ഇത്രയേ ഉള്ളൂ. ഉപ്പും കുറച്ചുകൂടി വേണം. ഇനി ഇതിലേക്ക് കായപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. വാങ്ങിയ കായപ്പൊടിയാണ്. കായമായിരുന്നെങ്കിൽ ആദ്യം തേങ്ങ വറുക്കുന്നതിന് മുമ്പ് എണ്ണയിൽ ഉലുവ ഇട്ടപ്പോൾ അതിലിട്ടൊന്ന് മൂപ്പിച്ച് തേങ്ങയോടൊപ്പം പൊടിച്ചെടുത്താൽ മതിയായിരുന്നു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ, 1 മുതൽ 2 വരെ ആകാം. 1.5 ടീസ്പൂൺ കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും 3-4 ചുവപ്പ് മുളകും, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.